നമസ്കാരം. ന്യൂസ് കാനിലേക്ക് വീണ്ടും ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മതേതര ഇന്ത്യയുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ IS ഉപഗ്രൂപ്പ് തീവ്രവാദി സംഘത്തിൽപ്പെട്ട തീവ്രവാദികൾ 2019 ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തിയതുപോലെയുള്ള ചാവേർ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയൊരുക്കി എന്നുള്ള സൂചനകൾ കേരള സമൂഹത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ ബംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചാവേർ ആക്രമണം സംബന്ധിച്ച അന്വേഷണങ്ങൾ കേരളത്തിലേക്കും നീളുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. സ്ഫോടനത്തിൽ പിടിയിലായ എല്ലാവർക്കും അന്തർദേശീയ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇവർ കോയമ്പത്തൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ മരിച്ച ജമേഷ് മുബീൻ എന്ന തീവ്രവാദിയും അറസ്റ്റിലായ ഫിറോസ് ഇസ്മായിൽ, നവാസ് ഇസ്മായിൽ, മുഹമ്മദ് ദൽഹ, മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയ പ്രതികളും ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിരുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇവർ കേരളത്തിൽ ലക്ഷ്യമിട്ടതും ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബിങ്ങിന് സമാനമായ സ്ഫോടനങ്ങളായിരുന്നു അത്രേ. 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിലായിരുന്നു കൊളംബോയിലെ പള്ളികളിൽ ഈസ്റ്റർ ദിവ്യബലിക്ക് മധ്യേ ഭീകര ആക്രമണമുണ്ടായത്. ശ്രീലങ്കയിലെ 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും കൊളംബോയിലെ 3 ആഡംബര ഹോട്ടലുകളിലുമാണ് ഭീകര ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ 11 ഇന്ത്യക്കാരുൾപ്പെടെ 270ഓളം പേരാണ് മൃഗീയമായി കൊല്ലപ്പെട്ടത്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 2015-ലും 2018-ലും രജിസ്റ്റർ ചെയ്ത IS-മായി ബന്ധപ്പെട്ട 2 കേസുകൾ അന്വേഷിച്ച NIA സംഘമാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും തെക്കേ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ഭീകരപ്രവർത്തനങ്ങളും ചാവേർ ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യുവാനും ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുവാനും ചുക്കാൻ പിടിച്ച ആളായിരുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുബീൻ. കേരള അതിർത്തിയിൽ നടന്ന ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന സംഭവത്തെ വളരെ ലാഘവത്തോടെയാണ് കേരള ഭരണകൂടവും കേരളത്തിലെ മാധ്യമങ്ങളും സമീപിച്ചത് എന്ന കാര്യം ചില അന്തർധാരകളെക്കുറിച്ച് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ സ്ഫോടനത്തെക്കുറിച്ച് കാര്യമായ ചാനൽ ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഷെഖീന ബിഗ് ഡിബേറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളും ഭരണകൂടവും ഇത്തരം സമീപനം സ്വീകരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ ജോൺസൺ തോമസ് വിശദമാക്കുകയുണ്ടായി. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ മാധ്യമപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ളത്. നമ്മുടെ വായനക്കാരെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ റേറ്റിംഗ് കുറയുമോ എന്നുള്ള ആശങ്കകൾ രാഷ്ട്രീയക്കാർ പുലർത്തുന്ന അതേ ആശങ്കകൾ തന്നെയാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ കോയമ്പത്തൂരിലെ സ്ഫോടനം നടന്ന സംഭവം DMK സർക്കാർ NIAക്ക് വിട്ട വാർത്ത ചുരുക്കം ചില പത്രങ്ങളെ 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളൂ. പ്രധാന പേജുകളിലേക്ക് ആ വാർത്തയെ കൊണ്ടുവന്നിട്ടുള്ളൂ. പല പത്രങ്ങളിലും ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് സാഹചര്യം. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുവാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ആസൂത്രണങ്ങൾ തയ്യാറാക്കിയവർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ ഭീകരവിരുദ്ധ നീക്കങ്ങൾ കനത്ത പ്രഹരമായി മാറി. അതിനാൽ അതിനു പകരമായി രാജ്യത്തെ കലാപകലുഷിതമാക്കാനും അതിനുവേണ്ടി സ്ഫോടനങ്ങളും അക്രമങ്ങളും നടത്തുവാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവർ. ഏതായാലും ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ അത്തരമൊരു നീക്കമാണ് തൽക്കാലത്തേക്കെങ്കിലും
കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനത്തോടെ അതിന് ചുക്കാൻ പിടിച്ച മുഖ്യ ആസൂത്രകൻ കൊല്ലപ്പെട്ടത് വഴി ഇല്ലാതെയായത്. കോയമ്പത്തൂർ വെറും ആചാരവെടി മാത്രമാണെന്നും യഥാർത്ഥ പൊട്ടിത്തെറികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അത് കേരളത്തിലായിരിക്കും സംഭവിക്കുക എന്നുമാണ് കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കുവച്ചത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും അതിൽ എല്ലാറ്റിലും ഉപരിയായി കേരളവുമായിരുന്നു തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തത്. ഇസ്ലാമിക മതം മൗലിക തീവ്രവാദത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നതായിരുന്നു. ഇവിടെ ഏതൊരു തീവ്രവാദിക്കും ഏത് സംസ്ഥാനത്തെ പിടികിട്ടാ പുള്ളിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ട് ഒളിവിൽ സസുഖം താമസിക്കാം. ഇവിടെ ID കാർഡും റേഷൻ കാർഡും ക്യാരംസ് ബോർഡും LED TVയും എല്ലാം ഇവിടുത്തെ നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടിയും കൂടെ ചേർന്ന് കൊടുത്തോളൂ. അവർക്ക് അവരുടെ ഒളിവിൽ താമസിപ്പിക്കാം. ഇവിടെ ആലോചനാ യോഗങ്ങൾ, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആലോചനാ യോഗങ്ങൾ, പഠന ക്ലാസുകൾ, ആയുധ പരിശീലനം, ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാടുകൾ, ലഘുലേഖകളുടെ പ്രിന്റിങ്, അതിന്റെ വിതരണങ്ങൾ, അങ്ങനെ എല്ലാവിധ, അതായത് പാരീസ് ബോംബ് സ്ഫോടനത്തിന്റെയും ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെയും പേരുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അപ്പൊ എവിടെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നടന്നതായാലും ഗുരുദ്വാരയിൽ പൊട്ടിത്തെറിച്ചതായാലും അതെല്ലാം മലയാളികളാണ്. UN, പല സംഘടനകൾ, പല ഏജൻസികൾ, കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ ഒക്കെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു തമാശ രൂപേണ നമ്മൾ അതിനെ നിസ്സംഗതയോടെ കാണുകയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാനും അത് വെക്കാനും ഒക്കെ പരിശീലനം ലഭിച്ച തീവ്ര ചിന്താഗതിക്കാരായ മത തീവ്രവാദികൾ നമ്മൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. കാരണം അവരിപ്പോൾ അസ്വസ്ഥരാണ്, അവർ അസംഘടിതരാണ്. അവിടെയാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം അവരെ നിയന്ത്രിക്കാനും അവരെ നിയന്ത്രിച്ച് നിർത്താനും അവരെ ഏകോപിപ്പിക്കുവാനും നേതാക്കൾ ഉണ്ടായിരുന്നു, അവരുടെ തലച്ചോറുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ തലച്ചോറുകൾ എല്ലാം തന്നെ തീഹാർ ജയിലിലാണ്, അല്ലെങ്കിൽ NIA നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള രണ്ടാം നിര നേതാക്കളോ ഒന്നുമല്ല ഇത്രയധികം പ്രവർത്തനങ്ങൾ കാട്ടുന്നത്. ഇത്രയധികം പ്രവർത്തനങ്ങൾ കാട്ടുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിൽ സ്വയം പൊട്ടിത്തെറിച്ചതുപോലുള്ള യുവാക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് പൊതുസമൂഹത്തോട് ഒരു ബാധ്യതയുമില്ല. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓഡിയോ സന്ദേശത്തിലൂടെ അബ്ദുൾ റാഷിദ് പറഞ്ഞതാണ്, തൃശ്ശൂർ പൂരത്തിലേക്കും അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്തേക്കും ട്രക്കുകൾ ഇടിച്ചു കയറ്റണം, വാട്ടർ ടാങ്കിൽ വിഷം കലർത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവർക്ക് പൊതുസമൂഹത്തോട് ഒരു ബാധ്യതയുമില്ല. അപ്പോൾ ഇത്തരം രീതിയിൽ വിഷം കുത്തിവെച്ച് തലച്ചോറിനുള്ളിലേക്ക് മതം കലർത്തി നിരപരാധികളെ, കാഫിറുകളെ, അന്യമതസ്ഥരെ കൊന്നൊടുക്കിയാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് അവരുടെ തലച്ചോറിനുള്ളിൽ അവരുടെ ഉപബോധ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മത തീവ്രവാദികൾ നമ്മൾക്കിടയിൽ ഉണ്ട്. അവരുടെ നേതാക്കളെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവന്റെ മുന്നിൽ ഒന്നെങ്കിൽ ഇനി അവൻ ഏത് നിമിഷവും പിടിക്കപ്പെടാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കാഫിറുകളെ പരമാവധി കൊന്നൊടുക്കിക്കൊണ്ട് 72 ഹൂറികൾക്കും മധ്യപ്പുഴയ്ക്കും പളുങ്കു പോലത്തെ ബാലന്മാർക്കും വേണ്ടി മുകളിലേക്ക് പോകാം എന്നുള്ളത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായി നടക്കുന്നവർ നമ്മൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ ഇവർ സുരക്ഷിതമായുള്ളത് കേരളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. ഇതൊരു ആചാര വെടിയാണ്. അപ്പോൾ ഏത് നിമിഷവും വേണമെങ്കിലും ഇവിടുത്തെ ഈ അണികളായി ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള യുവാക്കൾ അല്ലെ യുവതികൾ അല്ലെങ്കിൽ മധ്യവയസ്കർ അവരാര് വേണേലും ഏത് ആൾക്കൂട്ടത്തിനിടയിൽ വേണമെങ്കിലും ഏത് പള്ളിപ്പെരുന്നാളിനായാലും അമ്പലത്തിലെ ഉത്സവങ്ങൾക്കിടയിലായാലും മാളുകളിലോ തിയേറ്ററുകളിലോ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണകർത്താക്കൾ, രാഷ്ട്രീയ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവർ ഇപ്പോഴും നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് അലർട്ടായി വേണ്ടുന്ന പാരലായിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് പാരലായിക്കൊണ്ട് ഇവിടെ അന്വേഷണങ്ങൾ നടത്തി അത്തരം ആൾക്കാരുകളെ റെയ്ഡുകൾ നടത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ കണ്ടെടുക്കുകയും അത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടായെങ്കിൽ കോയമ്പത്തൂർ ഒരു ആചാര വെടി മാത്രമാണ്. ഇനി തുടർ വെടികൾ ഇവിടെ ഉണ്ടാവും, അതിൽ കേരളത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തായാലും ചാവേർ സ്ഫോടനത്തെ വെറും ഒരു ആക്സിഡന്റായി ആദ്യം പരിഗണിച്ച സ്റ്റാലിൻ സർക്കാർ പിന്നീട് സംഭവത്തിന്റെ പിന്നിലെ തീവ്രവാദ ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞ് NIA അന്വേഷണത്തിനായി ക്ഷണിക്കുകയും NIA കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരിൽ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി CA റൌഫിനെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ NIA അറസ്റ്റ് ചെയ്തപ്പോൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന കേരള പോലീസിന് അത് വലിയ നാണക്കേടാവുകയും ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ചില അന്തർധാരകൾ സജീവമാണെന്ന് ചുരുക്കം.
നാട് ഭരിക്കുന്നവരുടെ കോർപ്പറേറ്റ് പ്രീണനത്തിന് ഇരകളായി പാർപ്പിടങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും ഉപജീവനത്തിനുള്ള വഴികളുമെല്ലാം നഷ്ടപ്പെട്ട ഒരു പറ്റം ജനങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും വിഴിഞ്ഞം പോർട്ട് കവാടത്തിലുമൊക്കെയായി നടത്തി വന്ന അതിജീവന സമരം ഇപ്പോൾ 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. അനധികൃതമായി എവിടെയെങ്കിലും കയറിപ്പറ്റി തമ്പടിച്ച് കോട്ടകൊത്തളങ്ങൾ കെട്ടിപ്പൊക്കാനോ ജനപ്പെരുപ്പം കാട്ടി സർക്കാരിനെ വിറപ്പിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ കൈയാളാനോ ഒന്നുമല്ല ഈ ജനങ്ങൾ അവരുടെ ആയുസിൻ്റെ പ്രസക്തമായ 100 ദിവസങ്ങൾ ഇങ്ങനെ വെയിലിലും മഴയിലും ചെയ്യിപ്പിച്ചുകൊണ്ട് സമരം ചെയ്തത്. മറിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. തങ്ങൾ ജനിച്ചു വളർന്ന വീടും കളിച്ചു വളർന്ന മണ്ണും ഗൗതം അദാനി എന്ന കോർപ്പറേറ്റ് ഭീമന്റെ കാൽക്കൽ കോടികൾക്ക് അടിയറവ് വയ്ക്കുകയാണ് കേന്ദ്ര കേരള സർക്കാരുകൾ എന്ന ബോധ്യത്തിൽ നിന്നാണ് അവർ സമരരംഗത്തിറങ്ങിയത്. ഭരണകൂടത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് ഗോഡൌണുകളിലും മറ്റും പാർത്ത് തങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അച്ചടക്കത്തോടെ സർക്കാരിൻ്റെ ഒപ്പം തീരദേശ ജനത നിന്നിട്ടുണ്ട്. ഒടുവിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് അവരുടെ നൈസർഗികമായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ജനത്തിൻ്റെ വോട്ട് വാങ്ങി വിജയിച്ചവരെല്ലാം അവരെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോയപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയിലെ ഒരു പറ്റം വൈദികരാണ് പ്രാർത്ഥനയും പിന്തുണയുമായി ഈ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിന്നത്. അവരെ അറപ്പുളവാക്കുന്ന തരം അസഭ്യം പറയാൻ സർക്കാരിൻ്റെ അടുത്തൂൺ പറ്റികൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. എന്നാൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ ജനങ്ങളും പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭയും പ്രാർത്ഥനയും പിന്തുണയും നൽകിക്കൊണ്ട് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നു. പല വൈതരണികളെ താണ്ടിയാണ് ഇപ്പോൾ ഈ ജനകീയ സമരം 100-ാം ദിവസത്തിലെത്തിയത്. 100-ാം ദിവസത്തിൽ കടലും കരയും ഉപരോധിച്ചായിരുന്നു അവരുടെ സമരം. സമരം തുടങ്ങിയ നാൾ മുതൽ തികഞ്ഞ പ്രതിബദ്ധതയോടെ ഷെക്കൈന ന്യൂസ് തീരദേശ ജനതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഒട്ടേറെ ലൈവുകളും സ്പെഷ്യൽ സ്റ്റോറികളും ഗൗരവമായ ചർച്ചകളുമെല്ലാം നടത്തി. ഇപ്പോഴും ഷെക്കൈന ന്യൂസ് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമരത്തെ അടിച്ചൊതുക്കാൻ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി സമരം പൊളിക്കാൻ നോക്കിയാലും സർക്കാർ പരാജയപ്പെടുകയുള്ളൂ. കാരണം ഇത് അതിജീവനത്തിനു വേണ്ടിയുള്ള ഒരു ജനതയുടെ സമരമാണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവിതം തിരികെ പിടിക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് തിരിച്ചറിയാനുള്ള വിവേകം ധാർഷ്ട്യത്തിൻ്റെ രാജകുമാരന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്ത് കേന്ദ്രമായി പ്രണയക്കണികളും മയക്കുമരുന്ന് ലഹരി ഉപയോഗ കേസുകളും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ശക്തമായ മുന്നറിയിപ്പുകൾ ഷെക്കൈന ന്യൂസ് അടക്കം പലരും നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകളെ എല്ലാം ശരിവെക്കുന്ന വിധത്തിൽ കടുത്തുരുത്തിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വീണ്ടും പീഡനത്തിന് ഇരയായിരിക്കുകയാണ്. വെള്ളൂർ വടകര ഭാഗത്ത് പുത്തൻപുരയിൽ അൻസിൽ എന്ന യുവാവാണ് പീഡനത്തിന് അറസ്റ്റിലായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പലതവണ ഇയാൾ ആ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് ഈ യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത്. കൃത്യമായ പ്ലാനിങ്ങുകളോടെ സമൂഹ മാധ്യമം വഴിയാണ് ഇയാൾ ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ഏതാനും നാളുകളായി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സാമൂഹ്യ വിരുദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും അപരിചിതരായ യുവാക്കൾ കറങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അത് യഥാസമയം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കടുത്തുരുത്തിയിലെ ലോഡ്ജുകളും മറ്റും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടവും പ്രണയക്കെണികളും അരങ്ങേറുന്നുണ്ടെന്ന് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഷെക്കൈന ന്യൂസ് അന്വേഷണം നടത്തുകയും അവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി
കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികളെയും വളർന്നു വരുന്ന യുവാക്കളെയും ഒക്കെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരുപാട് നാളുകളായിട്ട് കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പള്ളിക്കകത്ത് പോലും ഈ പ്രണയക്കണിയുമായിട്ട് ബന്ധപ്പെട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കടന്നു കയറിയിരിക്കുകയും ആഭാസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിടിക്കപ്പെട്ട പലരും ഏകദേശം ഇവിടെ വന്ന ആളുകളൊക്കെ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപരിചിതരായ യുവാക്കളെ അടുത്ത കാലങ്ങളിലായി സ്കൂളുകളുടെയും ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും പരിസരങ്ങളിൽ തുടർച്ചയായി കാണുന്നത് പതിവാണെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയാണ് ഇതിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അതിനുശേഷം കൃത്യം പ്രായം പൂർത്തിയാവുന്ന അതേ ദിവസം പോയി മതവിരുദ്ധത്തിന് വേണ്ടി സംഘടിതമായി ആൾക്കാരെത്തുന്നു. പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഇവിടെയുള്ള സമൂഹം ആദ്യം ശ്രമിച്ചെങ്കിലും ലവ് ജിഹാദ് അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അൻസിലിനെ പോലെ തദ്ദേശീയരും അല്ലാത്തവരുമായ ചില യുവാക്കൾ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 15ഓളം പെൺകുട്ടികളാണ് മുൻപ് ഇവിടെ നിന്ന് ഇത്തരം കുരുക്കുകളിൽ അകപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയതെന്ന് പോലീസ് പറയുന്നു. ഇവിടങ്ങളിലെ പെൺകുട്ടികളും മാതാപിതാക്കളും ഇനിയെങ്കിലും ആലസ്യം വിട്ടൊഴിഞ്ഞ് കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഗവർണറും ഭരണകൂടവും തമ്മിൽ കൊമ്പുകോർത്ത് കളിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ മൈതാനം ആവേശത്തിന്റെ മുൾമുനയിലാണ്. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ കാണികളുടെ പിരിമുറുക്കത്തിന് ആക്കം കൂട്ടുന്ന സ്ട്രൈക്കുകളിലൂടെയാണ് ഗവർണർ സർക്കാരിനെതിരെ ആധികാരികമായ മുന്നേറ്റം നടത്തുന്നത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഗവർണർ സർക്കാർ പോർവിളി ഇടയ്ക്ക് ശാന്തമായെങ്കിലും കണ്ണൂർ വാഴ്സിറ്റി VC നിയമനത്തോടെ വീണ്ടും ചൂടുപിടിച്ച് ഇപ്പോൾ സ്ഥായി ഭാവം പൂണ്ടു നിൽക്കുകയാണ്. കേരളത്തിലെ 9 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ നിയമിച്ചത് UGCയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെന്ന് കണ്ടെത്തിയ ഗവർണർ 9 പേരോടും സ്വയം രാജിവെച്ചൊഴിയാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി കാരണം കാണിക്കൽ നോട്ടീസിലെ തീരുമാനം വരെ VCമാർക്ക് സമയം നീട്ടി നൽകിയിരിക്കുകയാണ്. തുടർന്ന് ഗവർണർ ഓപ്പൺ ഡിജിറ്റൽ വാഴ്സിറ്റികളിലെ VCമാർക്കും നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ഇടത് ഭരണകൂടം ഗവർണർക്കെതിരെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇത്രമേൽ ഹാലിളകാൻ കാരണമെന്താണ്? കൺവീനർ ജയരാജൻ ഗവർണറെ ആക്രമിക്കുന്നു. ഗവർണർ പോസ്റ്റ് തന്നെ വേണ്ടെന്ന് പറയുന്നു. MM മണി തെറിവിളിക്കുന്നു. മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ ആഞ്ഞടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ നാളിതുവരെ സ്വതന്ത്രമായി ബഹിരിക്കുകയും സ്വന്തക്കാരെ തിരികെ കയറ്റുകയും ചെയ്തു പോകുന്ന രീതികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിന് രംഗത്ത് വന്ന ഗവർണർക്കെതിരെ സകലരും ഉറഞ്ഞുതുള്ളുകയാണ്. ഗവർണർ സ്ഥാനം അത്യന്താധുനിക വിപ്ലവ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല എന്നാണ് അവരുടെ പക്ഷം. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണർ സ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടന തന്നെ മാറ്റിയെഴുതണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ വിപ്ലവം വിജയിപ്പിക്കണം പോലും. ഇതാണ് ഇവിടെ ഓരോ സഖാവിൻ്റെയും മനോഗതി. ഉടുതുണിക്കും മറുതുണി പോലുമില്ലാതെ പാവങ്ങളെ ഉദ്ധരിക്കാൻ കളത്തിലിറങ്ങിയവരൊക്കെ കോടീശ്വരന്മാരായി തീർന്നത് എങ്ങനെയെന്ന് സഖാക്കൾക്ക് ആർക്കും അറിയേണ്ടതില്ല. സ്വന്തം ബുദ്ധി ആർക്കും പണയം വെച്ചിട്ടില്ലാത്ത എല്ലാ മലയാളികളും ഗവർണർ ഉയർത്തുന്ന ചോദ്യങ്ങളെ പിന്തുണയ്ക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ നാട്ടിൽ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗവർണർ ശബ്ദിക്കുന്നത്. ഇനിയെങ്കിലും ജനങ്ങൾ കണ്ണു തുറന്ന് കാര്യങ്ങളെ കാണണം. യൂണിവേഴ്സിറ്റികൾ മുഴുവനും സ്വന്തക്കാരെ പാർട്ടിക്കാർ തിരികെ കയറ്റുകയാണ്. കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനും പിന്തള്ളപ്പെടുന്നു. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവെട്ടിക്കൊള്ളയിൽ ജീവിതം മടുത്ത ജനങ്ങളുടെ ശബ്ദമാണ് ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് ഗവർണർ നീങ്ങുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാലഗോപാലിനെതിരെ നടപടിക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഗവർണർ ബാലഗോപാലിൻ്റെ പ്രസ്താവന സത്യപ്രതിജ്ഞാലംഘനമാണെന്ന് നിർവചിച്ചതിനെ ഒരുതരം തരംതാന്ന രാഷ്ട്രീയ പകപോക്കൽ മാത്രമായേ കാണാൻ കഴിയൂ.
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാരനല്ലാത്ത ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. 2 നൂറ്റാണ്ടിനിടെ ബ്രിട്ടനിൽ അധികാരത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഇന്ത്യൻ വംശജനുമായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുകയാണ്. ബ്രിട്ടന്റെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളക്കാരനല്ലാത്ത ഒരു ഇന്ത്യൻ വംശജനെ നേതാവാക്കിയ സായിപ്പിൻ്റെ വിശാല മനസ്ഥിതി നമ്മൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. 2009 2ാം UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സോണിയാഗാന്ധിയുടെ സാധ്യതകൾ മുറുകുന്ന ഘട്ടത്തിൽ അവരെ വിദേശിയെന്നും മദാമിയെന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ചിലർ നടത്തിയ പ്രചണ്ഡമായ പ്രചരണ പരിപാടികൾ അത്ര പെട്ടെന്നങ്ങ് വിസ്മരിക്കാൻ കഴിയുമോ? ഇന്ത്യക്കാർക്ക് അഭിമാനകരം തന്നെയാണ് സുനക്കിൻ്റെ പരമോന്നത സ്ഥാനലബ്ധി. എന്നാൽ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന് ആഗോളതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ചില രാജ്യവിരുദ്ധന്മാർക്ക് ഋഷി സുനക് എന്ന ഹൈന്ദവ നാമധാരിയുടെ പ്രധാനമന്ത്രി പദം കടുത്ത അലോസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ഉറപ്പിക്കപ്പെടുന്നുണ്ട്. ആഗോള തീവ്രവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന് ശക്തമായി പോരാടാൻ ഋഷി സുനക്കിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.